കടലിനടിയിൽ ഒരു മീറ്റിംഗ് നടന്നു. സിനിമയിലല്ല. എന്തിന് അറിയണം. സിനിമയിൽ കടലിനടിയിൽ വെള്ളത്തിൽ വെച്ച് നടക്കുന്ന പല സംഘട്ടന രംഗങ്ങളും പ്രണയരംഗങ്ങളും ഹണ്ടിങ്ങും എല്ലാം മനം നിറയെ കണ്ടവരാണ് നമ്മൾ. എന്നാൽ ഈ സംഭവത്തിന് സിനിമയുമായി വലിയ ബന്ധമൊന്നുമില്ല. കാരണം കടലിനടിയിൽ വെള്ളത്തിൽ വെച്ച് നടന്ന ഈ കോൺഫറൻസിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടവരോ ചില്ലറക്കാരൊന്നുമല്ല, കോർപ്പറേറ്റ് തലപ്പത്തുള്ളവരാണ്. വിവിധ കമ്പനികളെ പ്രതിനിധീകരിച്ചവർ ഇവരാണ്. ദിനേശ് പി തമ്പി, വൈസ് പ്രസിഡന്റ് ടാറ്റ കൺസൾട്ടൻസ് ഡി സർവീസസ്; രാജഗോപാലയ്യർ, ഉദയസമുദ്ര ഗ്രൂപ്പ്; ഹേമ മേനോൻ, USD ഗ്ലോബൽ; ശ്യാംകുമാർ നിയോ, ലോജിക്സ്; റോണി തോമസ് സക്കറിയ, അവൺ മൊബിലിറ്റി സർവീസസ്. ഇനി ഇവരുടെ ലക്ഷ്യം കടലിനെയും കടൽ ജീവികളെയും രക്ഷിക്കുക, ആഗോളതാപനം ചെറുക്കുക, കടലിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുക, കടലിൽ നിന്ന് അധിക വിഭവം ചൂഷണം ചെയ്യുന്നത് നാശത്തിനാണെന്ന് ബോധ്യപ്പെടുത്തുക. എന്തായാലും ഇവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. കടലിനടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് 40 മിനിറ്റ് നീണ്ടുനിന്നു. നേരത്തെ തയ്യാറാക്കിയ പ്ലേകാർഡുമായാണ് എല്ലാ പ്രതിനിധികളും മീറ്റിംഗിനെത്തിയത്. ഉദയസമുദ്ര ഗ്രൂപ്പും ബോൺ സഫാരി ഗ്രൂപ്പുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. അതും വിദേശത്തൊന്നുമല്ല, നമ്മുടെ കോവളം ബീച്ചിലാണ് ഈ വ്യത്യസ്തമായ കരാർ ഒപ്പിടൽ നടന്നത്. പങ്കെടുത്തവർക്ക് ഒരു ദിവസം മുൻപേ പരിശീലനവും കൊടുത്തിരുന്നു. ഫിലിം കോർട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോർട്ട്.